ദൈവേഷ്ടം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വിൽ ഓഫ് ദ ഗോഡ് എന്നാണ്. വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്. വിൽപത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് മലയാളത്തിൽ മരണപത്രം എന്നാണ് പറയാം. അതായത് ഒരു വ്യക്തി അയാളുടെ സ്വത്തുവകകൾ ആർക്കൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മരണത്തിന് മുമ്പ് എഴുതി വയ്ക്കുന്നതിനെയാണ് മരണപത്രം അല്ലെങ്കിൽ വിൽപത്രം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ വില്ലിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലാവും. ദൈവത്തിൻ്റെ എന്താണ് ഇഷ്ടം, ദൈവേഷ്ടം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് സ്വല്പസമയം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ബൈബിളിൽ തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് വരച്ച് കാട്ടുന്നു. ഇഷ്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് അത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ പോലും കർത്താവ് അത് ഉൾപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ബിടെക് എല്ലാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ 3 ജോലികൾ അദ്ദേഹത്തിന് ഓഫർ കിട്ടി. ഒന്ന് വിദേശ രാജ്യത്താണ്, അവിടെ 1,60,000 രൂപ ശമ്പളം. മറ്റൊന്ന് ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ 80,000 രൂപ ശമ്പളം. മറ്റൊന്ന് കേരളത്തിൽ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്, 60,000 രൂപ ശമ്പളം. അപ്പോൾ ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്കും ആ വ്യക്തിക്കും കൺഫ്യൂഷനായി. അപ്പോൾ അതിനെ ഒരു ദേവദാസൻ പറഞ്ഞു കൊടുത്തത് പ്രാർത്ഥിക്കാനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുവാനായിട്ട് പ്രാർത്ഥനയിൽ അഭിഷേകം വയ്ക്കുകയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മനസ്സിനകത്ത് ശക്തമായ ഉൾപ്രേരണ നൽകുമെന്നും, അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകണോ, ബാംഗ്ലൂർ പോകണോ, സ്വദേശത്തെ ജോലി സ്വീകരിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കി തരും മനസ്സിലെന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഞാൻ അവിടെ പോകുന്നതാണോ ഇഷ്ടം, ബാംഗ്ലൂർ പോകുന്നതാണോ ഇഷ്ടം, ഇവിടെ നിൽക്കുന്നതാണോ ഇഷ്ടം, ദൈവമേ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത് വെളിപ്പെടുത്തി തരും. മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹം ആലോചന വന്നപ്പോഴും 3 പ്രപ്പോസല്, ചെക്കന്മാരുടെ ഭാഗത്ത് നിന്ന് 3 പ്രപ്പോസൽ. അത് 3 ഒന്നിനൊന്ന് നന്മയുള്ളതാണ്. ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വീട്ടുകാർക്കും പെൺകുട്ടിക്കും കൺഫ്യൂഷനായി. അവരും ഇതേ രീതിയിൽ തന്നെ ദൈവം ഭാഗ്യ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടിക്കും കർത്താവ് ഉൾപ്രേരണ നൽകി, മനസ്സിൽ അതിന് ഉത്തരം നൽകി. ശക്തമായ രീതിയിൽ ദൈവം ഭാഗ്യ നമ്മൾ ദൈവമേ നിന്റെ ഇഷ്ടം എന്താണെങ്കിൽ അത് എന്നിൽ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിറവേറ്റി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവേഷ്ടത്തെക്കുറിച്ച് നമുക്ക് അത്രയും കാര്യങ്ങളെന്നല്ല ഒരു ബോധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയിലെ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ നമ്മളെ പലരും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്
അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ക്രിസ്തുയേശുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണ് എന്നുള്ളത് ഈ തെസ്സലോനിക്ക എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ആ തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്. തെസ്സലോനിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു സഭയാണെന്നാണ് ആ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത്രയും ദൈവമായിട്ട് ബന്ധവും ദൈവത്തെ അനുസരിക്കുകയും ദൈവജനം പാലിക്കുകയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സഭ ആയിരുന്നു തെസ്സലോനിക്ക സഭ. ആ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ അവരെ ഒന്നുകൂടി ശക്തീകരിക്കാൻ വേണ്ടി ഈ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ആ ദൈവേഷ്ടം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു 11 കാര്യങ്ങളാണ് ഇപ്പം ഈ 12 മുതൽ ഇതുവരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ചുരുക്കമായിട്ട് ഞാൻ പറയാം. അതായത് ദൈവവേല ചെയ്യുന്ന ആളുകളെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ദൈവവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുണ്ട്. സഭയെ ഭരിക്കുന്നവരുണ്ട്, ദൈവ സഭയിലെ അച്ഛന്മാരുണ്ട്, മറ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കന്യാസ്ത്രീകളുണ്ട്, സുവിശേഷകരുണ്ട്, ദൈവവേല ചെയ്യുന്ന അനേക വിഭാഗം ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ദൈവവേലയാണ് ചെയ്യുന്നത് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരോട് സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യണമെന്നുള്ളതാണ്. നമുക്കത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെല്ലാം കുർബാന കഴിയുമ്പോൾ അച്ഛൻ ആശീർവാദം നൽകിയതിനു ശേഷം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ പോയി എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നുള്ളത്. അപ്പം നമ്മൾ ആ സഭയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ആ ഇടയന്മാരായിട്ടുള്ള പാസ്റ്ററായാലും ശരി, അച്ഛനായാലും ശരി, ബിഷപ്പായാലും ശരി, മറ്റാരായാലും ശരി, അവരെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമുക്ക് സംശയം വരുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ പലരും തെറ്റുകാരാണല്ലോ. ആ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ അങ്ങനെ സ്നേഹിക്കേണ്ടതുണ്ടോ? സ്നേഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ആ ബലിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിച്ചതുപോലെ അവളോട് ഇനി സമാധാനത്തെ പോകുക, ഇനി പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അവളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ചു. കല്ലെറിയാൻ വന്ന ആളുകളോടൊക്കെ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കല്ല് താഴെയിട്ട് പോയി. കർത്താവായ യേശു ക്രിസ്തു മാത്രമായി. ആ സമയത്ത് അവളുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കുകയും അവളോട് സമാധാനത്തോടെ പോകാൻ പറയുകയും ഇനിമേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ഒരു ബിഷപ്പ് ഒരു ലൈംഗിക ആരോപണത്തിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ പലവിധമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോടൊരു ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു മനോഭാവം തോന്നാം. നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ദൈവേഷ്ടമനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ആ വ്യക്തിയെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവവേലയിൽ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള ബലവും ശക്തിയും നൽകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയുമാണ് വേണ്ടത്. ആ വ്യക്തി ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം കണക്ക് കൊടുക്കേണ്ട ദൈവം ഉണ്ടാകുകയാണ്. അപ്പം ആ വ്യക്തിയെ വെറുക്കാതെ പാപത്തെ മാത്രം വെറുത്തുകൊണ്ട് വ്യക്തിയോട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറണം. അത് ഏത് ആളായാലും, ഏത് ദൈവവേലക്കാരനായാലും, ബിഷപ്പായാലും അച്ഛനായാലും. പല അച്ഛന്മാരൊക്കെ വഴിതെറ്റി പോകുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിൽ കൂടിയൊക്കെ വായിക്കുന്നു.
കന്യാസ്ത്രീകൾ വഴിതെറ്റിപ്പോകുന്നത് വായിക്കുന്നു, പാസ്റ്റർമാർ വഴിതെറ്റിപ്പോകുന്നത് വായിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അനേകം ആളുകൾ ദൈവവേല എന്താണെന്ന് മറന്നുകൊണ്ട് മറ്റു പല തൊഴിലിലും ഏർപ്പെടുന്നു. ചിലരെല്ലാം ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരായിട്ടും അല്ലെങ്കിൽ ബ്രോക്കർമാരായിട്ടും കല്യാണ ബ്രോക്കർമാരായിട്ടും എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ദൈവവേല വിട്ട് മറ്റു വേലയ്ക്ക് പോകുന്ന അനേകം ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട വ്യക്തികൾ ആ ദൈവവേലയിൽ ഫുൾ ടൈം ആയിരിക്കുകയും വിശ്വസ്തയോടും ദൈവമുമ്പാകെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടുകൂടി പെരുമാറേണ്ടവരാണ്. അവർ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ അവരെ വെറുക്കാതെ അവരെ സ്നേഹത്തോടെ പെരുമാറണം, അവരോട് അവരെ അംഗീകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ ഈ കാര്യങ്ങളൊക്കെ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പൗലോസ്ലീഹ വീണ്ടും അത് മറ്റൊരു രൂപത്തിൽ ഈ തെസ്സലോനിക്ക സഭയിലെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെട്ടത്. വേറൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കണമെന്നുള്ളതാണ്. നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. നമ്മൾ തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളോടൊക്കെ നമ്മൾ ക്ഷമിക്കുകയും ആ ക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടം ക്ഷമിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ കഴിയും. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും സമാധാനത്തോടുകൂടി ഇരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമാധാനമില്ലാത്ത ഒരു മനസ്സിന് ഉടമയാവണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നത്. ദൈവത്തിനത് ഇഷ്ടമല്ല. അപ്പം സമാധാനം നമ്മളിൽ നിന്ന് നശിപ്പിക്കുന്ന യാതൊരു രീതിയിലുള്ള പാപത്തിലോ മറ്റു തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളിലോ അപ്രായോഗികമായ കാര്യങ്ങളിലോ ഇടപെട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ സമാധാനം, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിനും നല്ല ആരോഗ്യമുണ്ടായിരിക്കും. മനസ്സും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. ആ മനസ്സിലാണ് സമാധാനം ഉണ്ടാവുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്, നിങ്ങൾ ആകുലരാകരുത്. എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അപേക്ഷയാലും ഒക്കെ തന്നെ ദൈവത്തെ അറിയിച്ചു കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളെ കാക്കുമെന്നാണ് ഈ പൗലോസ്ലീഹ തന്നെ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സമാധാനമുള്ളവരായിരിക്കുക എന്നുള്ളത്, സമാധാനമില്ലാത്തൊരവസ്ഥ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സന്തോഷം നഷ്ടപ്പെടാതെ, കർത്താവിലുള്ള സന്തോഷം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാം, സാധു കൊച്ചുവിൻ്റെ ഉപദേശിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം എഴുതിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ അവസരത്തിൽ ആ ദുഃഖം അദ്ദേഹം സ്വന്തം കേട്ടപ്പോൾ ദുഃഖിക്കുകയും അങ്ങനെ ദുഃഖത്തിൻ്റെ പാനപാത്രമാണ് കർത്താവ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പാടുകയാണ്, അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് ഏറ്റുവാങ്ങും. അപ്പോൾ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സമാധാനത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, ദീർഘക്ഷമയോടെ ഇരിക്കണം. ഈ മറ്റൊരു കാര്യം ഈ ലേഖനത്തിൽ ഈ വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം എന്നുള്ളതാണ്. അതായത് നിയമം തെറ്റിച്ച് നടക്കുന്ന ആളുകൾ, പാപത്തിൽ വീണ് പോകുന്ന ആളുകളെ അവരോട് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. നമ്മളങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ നമ്മുടെ സുശിഷ്ടകാലം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരം ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ അജ്ഞയോടെ തള്ളിക്കളയാതെ അവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയും ദൈവികമായ കാര്യങ്ങൾ ഉപദേശിക്കുകയും അവരെ ബുദ്ധിപരമായി ഉപദേശം നൽകുകയും വേണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുമെന്നുള്ളതാണ്. ചിലരെല്ലാം മാനസികമായിട്ട് വളരെ ധൈര്യമില്ലാത്ത ആളുകളാണ്. അവർക്ക് ഒരു ഉൾക്കരുത്തുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുകയും അവരെ
ആശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വേല ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആളുകളൊക്കെ തന്നെ ഈ ഉൾക്കരുത്തില്ലാത്ത ആളുകളെ, മനോധൈര്യമില്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യാതെ അവരെ ആശ്വസിപ്പിക്കണം, അവരെ ധൈര്യപ്പെടുത്തണം എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മറ്റൊരു കാര്യം, ബലഹീനരെ നമ്മൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അനേക ബലഹീനരായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തികമായ ബലഹീനരായവരെ, ആരോഗ്യപരമായ ബലഹീനരായവരെ, ബുദ്ധിപരമായ ബലഹീനരായവരെ, വിദ്യാഭ്യാസപരമായ ബലഹീനരായവരെ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ബലഹീനരായവരെ, അങ്ങനെ എല്ലാ മേഖലകളിലും ബലഹീനതയുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ബലഹീനരെ ശക്തിപ്പെടുത്തണം. അപ്ഹോൾഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിലെ വാക്ക്. നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അവരെ ശക്തിപ്പെടുത്തണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അവരെ കളിയാക്കുകയോ പുച്ഛിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ അവരെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് പൗലോസ് ഈ വാക്യങ്ങളിൽ കൂടി നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പൗലോസ് പറയുന്നതാണ്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നമ്മൾക്കറിയാം, നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് ദോഷകരമായ വാക്കുകൾ ഉപയോഗിക്കുകയോ പെരുമാറുകയോ മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയോ നമുക്ക് നഷ്ടമുണ്ടാക്കുകയോ നമ്മളെ അവമാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ തിന്മയാണ് നമുക്ക് ചെയ്തതെന്നറിയാം. അതേ തിന്മ അതേ അളവിൽ അവരോട് ചെയ്യരുത് എന്നാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാനത് ശരിക്കും മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതേക്കുറിച്ചൊന്നും വചനത്തെക്കുറിച്ചൊന്നും ഇത്ര അറിവില്ലാത്ത സമയത്ത് എന്നെ ഉപദ്രവിച്ച ആളുകളൊക്കെ അങ്ങേയറ്റം ഉപദ്രവിച്ചവരെ നിലംപരിശാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. പക്ഷേ ദൈവവചനം അറിഞ്ഞതിന് ശേഷം, ദൈവത്തിൻ്റെ ആയിട്ട് കൂടുതൽ അടുത്ത് വന്നതിന് ശേഷം ആരെങ്കിലും തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം ചെയ്യാതെ, അതിനെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കണം എന്നുള്ള കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഇടപെടുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് തിന്മ ചെയ്യുന്ന ആളുകളോട് നമ്മൾ പ്രതികരിക്കരുത് എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കണം. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, നന്മ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നന്മ ചെയ്യാനായിട്ട് ദൈവം ധാരാളം അവസരങ്ങൾ നൽകും. ആ അവസരങ്ങളൊക്കെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. ഗുഡ്നെസ്, ദൈവത്തിൻ്റെ മുമ്പാകെ നന്മയ്ക്ക് അവസരം ദൈവം നമ്മൾ തരുമ്പോഴെല്ലാം അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ നന്മ ചെയ്യണം എന്നുള്ളത്. നന്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അതൊരു വാക്കുകളിലൂടെ ആയിരിക്കാം, നമ്മുടെ സാമ്പത്തികമായ അതിൽ കൂടിയായിരിക്കാം, മറ്റ് സഹായങ്ങൾ കൂടിയായിരിക്കാം. ഏത് രീതിയിലായാലും നന്മ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവരായിരിക്കും, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നന്മ ചെയ്യുന്നവരായിരിക്കും. എത്രയോ അവസരങ്ങൾ നമുക്ക് ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് ദൈവം ഒരുക്കി തരുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറി പോകുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു കാര്യം പോലും ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് വളരെ വലിയ കാര്യം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരെ സഹായിക്കാനായിട്ട് കഴിയും. ആ സഹായം, ആ നന്മ നമ്മൾ ചെയ്യണമെന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പൗലോസ് കൂടി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്തോത്രം ചെയ്യണം എന്നുള്ളതാണ്. ഈ ഭാഗത്ത് 12 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും താങ്ക്സ് ഗിവിംഗ് ആണ്. ദൈവത്തോട് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ മനുഷ്യവംശത്തോട് കരുണ തോന്നണമേ, ഞങ്ങളെ നശിപ്പിക്കരുതേ എന്നുള്ള ശക്തമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. പ്രതിരോധ മരുന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ ദൈവം ശക്തിപ്പെടുത്തുകയും അവരെ ബുദ്ധിരാക്കുകയും ചെയ്യും. ചികിത്സയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ വൈറസിനെ നമുക്ക് നിർജ്ജീവമാക്കാൻ, ശക്തി ഇല്ലാതാക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ദൈവമേ, ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
തെസ്സലോനിക്ക ലേഖനത്തിൽ കൂടി കർത്താവെ 5 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ കൂടി കർത്താവെ അവിടുന്ന് നീ ഞങ്ങളോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ. അവിടുന്ന് കർത്താവെ ദൈവവേല ചെയ്യുന്ന ദൈവവേലക്കാരെ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് നീ സംസാരിച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ വേല ചെയ്യുന്ന സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ദൈവവേലക്കാരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. അവരിൽ കൂടി കർത്താവ് ഭൂമിയിലേക്ക് ശക്തമായ പ്രാർത്ഥനകൾ കടന്നു ചെന്ന് കർത്താവെ ഈ കൊറോണ വൈറസിനെ നശിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനത്തോടെ ഇരിപ്പാൻ നീ ഞങ്ങളോട് പറഞ്ഞു കർത്താവെ. അവിടുന്ന് പരസ്പരം സമാധാനത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവാൻ നീ ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ. അവിടുന്ന് ദീർഘക്ഷമ ഞങ്ങൾക്ക് തന്നു കർത്താവെ. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രമം കെട്ടവരെ ഉപദേശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് നിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എപ്പോഴും സമാധാനമായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ ദൈവമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ലോകം തരുന്ന സമാധാനമല്ല നീ തരുന്ന സമാധാനം കൊണ്ട് നിറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ കാത്തോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് പരസ്പര സ്നേഹത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് കർത്താവെ മറ്റുള്ളവരെ ബുദ്ധി ഉപദേശിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ക്രമം കെട്ട് നടക്കുന്നവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് തിന്മയ്ക്ക് വരും തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാത്തിനും സ്തോത്രം പറയുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ. പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രോഗങ്ങൾ വന്നാലും എല്ലാത്തിനും ഓർത്തുകൊണ്ട് ദൈവമേ നിന്നോട് നന്ദി പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു ദൈവമേ. അതിനുവേണ്ടി നീ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഇടാതെ നീ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ട ശക്തിയും ബലം നൽകണമേ. എല്ലാത്തിനും വേണ്ടി കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം നിന്നോട് അറിയിപ്പാൻ തക്കവണ്ണം നിന്റെ കാൽകറിയോട് ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ലോകം മുഴുവനുള്ള സകല ജനതകളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. സകല വേദനിക്കുന്ന മക്കളോട് നീ അവിടുന്ന് കർത്താവെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വേദനകളെല്ലാം നീ ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുന്ന് കർത്താവെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവെ അനേക നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അതിനെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വൈറസിനെ നശിപ്പാൻ തക്കവണ്ണം അതിന് പുതിയതായ മരുന്നുകൾ കണ്ടുപിടിക്കാൻ തക്കവണ്ണം ഗവേഷകരെ നീ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക സ്ഥലങ്ങളിൽ രോഗമായി കിടക്കുന്ന എല്ലാ കർത്താവെ വൈറസ് രോഗികളെയും അവിടുന്ന് തുടർന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ക്വാറന്റൈനിൽ കിടക്കുന്നവരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഐസൊലേഷൻ വാർഡുകളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു അപ്പാ. അവിടുന്ന് കർത്താവെ മരണാസന്നമായി കിടക്കുന്ന എല്ലാ രോഗികളുടെ അടുക്കിലേക്കും കടന്നു ചെന്ന് നിന്റെ വലുതുകരം വെച്ച് നീ അവിടുന്ന് പ്രാർത്ഥിക്കണമേ. അവിടുന്ന് തുടർന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ അടിപ്പാടുള്ള കരം അവരുടെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും സൗഖ്യമാക്കണമേ. പല സ്ഥലങ്ങളിലായിട്ട് വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ട് കർത്താവെ. ദൈവമേ അവിടുന്ന് മക്കളില്ലാത്തവര് ഭാര്യ മറ്റൊരു സ്ഥലത്ത് ഭർത്താവ് ഒരു സ്ഥലത്ത് രോഗികൾ ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് ക്വാറന്റൈനിൽ കഴിയുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വാർഡുകളിലേക്ക് നീ കടന്നു ചെല്ലണമേ. എല്ലാ ആസ്പത്രികളിലേക്കും കടന്നു ചെല്ലണമേ. എല്ലാ രോഗികളുടെ അടുക്കിലേക്കും കടന്നു ചെല്ലണമേ. എല്ലാ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയതായി മരുന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഈ കൊറോണ വൈറസിനെ നശിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഉണർന്ന് പ്രാർത്ഥിപ്പാനല്ല സുവിശേഷകരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലുതായ ഹൃദയ സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് വേണ്ടി സകലത വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലഹീനരെ താങ്ങുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വന്ന കർത്താവ് എല്ലാവരും തുടർന്ന് സ്പർശിക്കണമേ കർത്താവെ. സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് കർത്താവ് എന്ന് മറ്റുള്ളവരോട് ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളോട് സംസാരിച്ച വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടുകൂടെയും COVID-19 അസുഖത്തിലിരിക്കുന്ന വൈറസ് ബാധിച്ച അസുഖത്തിലിരിക്കുന്ന എല്ലാവരോടും കൂടെയും അതിനുവേണ്ടി മരുന്നുകൾക്ക് വേണ്ടി ഗവേഷകന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നതാകണമേ. ആമീൻ.